ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്താണ് ഞാൻ ഈ ബിരിയാണി റെസിപ്പി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും ടേസ്റ്റി ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു പണിയും ഇല്ലാത്തൊരു സൺഡേ ആണ്. സോ ഒരു പരീക്ഷണം നടത്താൻ അങ്ങോട്ട് തോന്നി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മഞ്ഞൾ, കുരുമുളക് ഒക്കെ അരച്ച് തേച്ച് വെക്കുകയാണ് കേട്ടോ ചിക്കൻ്റെ മേളിൽ. എന്നിട്ട് കുറച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളി ഇതുപോലെ പൊടിച്ചെടുക്കാം. കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തത് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ബ്രൗൺ ആവണ്ട കേട്ടോ. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ അത്രയൊക്കെ ആയാൽ മതി. ഇനി ചെറുതായി അരിഞ്ഞ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചിക്കൻ കൂടിയിട്ട് കുക്ക് ചെയ്യാം. ഇതിലേക്ക് തക്കാളി, മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കട്ടോ. ഇതിന്റെ ഒപ്പം കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ചെമ്പിൽ കുറച്ച് ഗീയിൽ അരി വറുത്തെടുക്കാം. അരി നന്നായിട്ട് വറുത്തെടുക്കണം. അരി റെഡി ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, പട്ട, ഗീ, മല്ലി, കരിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടാകുമ്പോൾ അരി ചേർത്ത് വേവിക്കാൻ വെക്കാം. അരി കുക്കാവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ചിക്കൻ കൂടി പൊരിച്ചെടുക്കാം. ഞാൻ മുളകും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടാട്ടോ പൊരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി, കരിവേപ്പില, പച്ചമുളക്, വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചിക്കനിൽ തേച്ച് പൊരിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ദമ്മിടാം. ദമ്മിടാനായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം. അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ലെയറായിട്ട് നമുക്ക് അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ്റെ മസാല കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് ടൈറ്റായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ. ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.